പാമ്പ് കടിയേറ്റ് കായംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിയ സെലീന എന്ന യുവതിയെ മതിയായ ചികിത്സ നൽകാതെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ പ്രതിഷേധിച്ച് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ സൗത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതേസമയം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ വിശദമായ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകുമെന്നും ആശുപത്രി സൂപ്രണ്ട് സമരക്കാരെ അറിയിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സെലീന എന്ന യുവതിയെ മതിയായ ചികിത്സ നൽകാതെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ പ്രതിഷേധിച്ച് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ കായംകുളം സൗത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ പോലീസിന് സ്വാഭാവികമായും കേസെടുത്ത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 പ്രകാരം അവരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും പോലീസ് അധികാരികൾ ഒന്ന് വിളിച്ച് ചോദിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. മൊഴികൾ രേഖപ്പെടുത്തുവാൻ തയ്യാറായിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ അധികാരികൾ അവർ ഒരു കാര്യം ഓർക്കണം, പാവപ്പെട്ടവർ മാത്രമല്ല പാവപ്പെട്ടവരായിട്ടുള്ള എല്ലാ ആളുകളും ചികിത്സ തേടി വരുന്ന ഒരു സർക്കാർ ആശുപത്രിയാണ് കായംകുളത്തെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത്. അതിൽ എല്ലാ ആളുകളും കടന്നു വരും. അവിടെ ആർക്കും വ്യത്യാസമില്ല. എല്ലാവർക്കും ചികിത്സ കൊടുക്കുക എന്നുള്ളത് ഓരോ ആളുകളുടെയും അവകാശമാണ്. ആ ചികിത്സ നിഷേധിക്കപ്പെടുമ്പോൾ ആ പൗരന്റെ ജീവന്റെ മേലുള്ള കടന്നുകയറ്റമാണ്, അവന്റെ മൗലിക അവകാശത്തിനുള്ള കടന്നുകയറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ചെറിയൊരു കുറ്റമായി, ചെറിയൊരു സംഭവമായി ഇതിനെ ലാഘവത്തോടെ കാണുവാൻ ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മുമ്പായി നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ആദ്യം ഞങ്ങൾ പരാതി കൊടുത്ത് കേസെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ഹോസ്പിറ്റൽ അധികാരികളുടെ മുന്നിലേക്ക് സൂപ്പറിനടക്കമുള്ള ആളുകളെ ഉപരോധിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഗുരുതരമായ വീഴ്ച സംഭവിച്ച ആശുപത്രിയിൽ അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആരോപണ വിധേയരായ ഡോക്ടറിനെയും നഴ്സിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും നൌഫൽ ചെമ്പകപ്പള്ളി പറഞ്ഞു. സമരത്തിനെത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. അതേസമയം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകുമെന്നും ആശുപത്രി സൂപ്രണ്ട് സമരക്കാരെ അറിയിച്ചു. ഉപരോധ സമരത്തിന് സൗത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജുനൈസ് എസ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ലുക്മാനുൽ ഹക്കിം, ഹാഷിം സേട്ട്, അഫ്സൽ കടയിൽ, പി കെ അരാഫത്ത്, മിനി അച്ഛൻകുഞ്ഞ്, അഫ്നാൻ ചാങ്കയിൽ, മിത്ര കൃഷ്ണ, റാഫി പെരുങ്ങാല, സുഹേൽ വാലയിൽ, ഇർഫാൻ SS, കാർത്തിക് സനൽ, ഫസൽ, മുഹമ്മദ് ഷാ, അജി കൊല്ലയ്യത്ത്, നൌഫൽ തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.